നടുക്കണ്ടി ഭഗവതി ക്ഷേത്രത്തിലേക്കാട്ടോ പോയത്. അവിടെ ഉത്സവമാണ്. 18, 19, 20 ദിവസങ്ങളായിട്ടാട്ടോ അവിടുത്തെ ഉത്സവം. പ്രധാന ദിവസങ്ങൾ അതാണ്. അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയതാട്ടോ. അമ്മേൻ്റെ വീടിൻ്റെ അടുത്താണ് അമ്പലം. അപ്പോൾ ഞങ്ങൾ ഏകദേശം വർഷങ്ങളിലും പോവാറുണ്ട്. അങ്ങനെ ഇപ്രാവശ്യവും പോയി അമ്പലത്തിൽ പോയി തൊഴുത് പ്രസാദമൊക്കെ വാങ്ങി. ഇപ്പം പ്രതിഷ്ഠാ ദിനമൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൻ്റെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നല്ല സാധാരണ എല്ലാ വർഷങ്ങളും തിരക്കുണ്ടാവില്ല കേട്ടോ. ഇന്നും നല്ല തിരക്കാണ്. അവിടെ ഇളനീർ കുലവരവ്, എണ്ണവരവ് തുടങ്ങിയ വരവുകളൊക്കെ ആഘോഷ വരവുകളൊക്കെ ഉണ്ടായിന്. പിന്നെ താലപ്പൊലി, ഭഗവതി വെള്ളാട്ടം, പിന്നെ കനലാട്ടം, വെള്ളകെട്ട്, അങ്ങനെ ഉപദേവന്മാരുടെ വെള്ളാട്ടം നാഗകളിത്തരമൊക്കെ ഇന്നാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ സമയം അവിടെ നിന്നില്ല. പിന്നെ കുറച്ച് വരവൊക്കെ മൊത്തം കണ്ട് അത് കഴിഞ്ഞ് കുറച്ചായപ്പോൾ ഞങ്ങൾ തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിറ്റേന്ന് ഇന്ന് ഇപ്പോൾ സ്കൂളുള്ളതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചിങ്ങ് പെട്ടെന്ന് പോന്നിട്ടുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ആഷി കിടന്നുറങ്ങി. ഓളെ തിറയൊന്നും കണ്ടില്ല, വരവൊക്കെ കണ്ട് ഓള് കിടന്നുറങ്ങി. അപ്പം 20-ാം തീയതി ഒരുപാട് പരിപാടികളുണ്ട്. എല്ലാ തിറയും എല്ലാം 20-ാം തീയതിയാണ്. വസൂരിമാല ഭഗവതിൻ്റെ തിറയാണ് അവിടുത്തെ പ്രത്യേകമായിട്ട് നടക്കുന്നത്. മുല്ലമാല സമർപ്പണമാണ് പ്രധാന വഴിപാട്. അപ്പം 20-ാം തീയതി ആണ് പ്രധാന ദിവസമായിട്ടുള്ളത് കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം ഞാൻ അവിടെ നിന്ന് പിന്നെ താഴെയൊക്കെ പോയി ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ച് ഏകദേശം ഒരു 11 മണിയായപ്പോൾ ഞങ്ങൾ തിരിച്ചിങ്ങ് പോന്നിട്ടുണ്ട്. അപ്പം 20-ാം തീയതി നടക്കുന്ന പരിപാടിയിലേക്കാണ് ഇനി അടുത്ത നോട്ടം. ഇനിയിപ്പം പോകാൻ പറ്റുമോയെന്നറിയില്ല. ഫുള്ള് അമ്പലങ്ങളിൽ കറങ്ങലാണ് ഇപ്പോൾ പ്രധാന പണി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ, ഏറെക്കുറെ അതിൻ്റെ പരിപാടി ഏകദേശം അമ്പലങ്ങളിലൊക്കെ നമ്മൾ കവർ ചെയ്യലുണ്ട്. എന്താണെന്നറിയില്ല, സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ എത്തിപ്പെടലുണ്ട് കേട്ടോ.